മഴ തിമിർത്ത് പെയ്യുകയാണ്. കൂടാതെ നല്ല തണുപ്പും. നമുക്കിനി അല്പം ചൂട് ചായ കുടിച്ച് യാത്ര തുടരാം. സൽമാൻ സലാമിനോടും കബീറിനോടുമായി പറഞ്ഞു. അങ്ങനെ ഒരു ഹോട്ടലിന് മുന്നിൽ അവരുടെ കാർ നിർത്തി. ചായയും നല്ല കല്ലുമ്മക്കായ് പൊരിച്ചതും അവർ രുചിയോടെ കഴിച്ചു. യാത്ര തുടരാൻ വേണ്ടി അവർ ഹോട്ടലിന് പുറത്തിറങ്ങി. അപ്പോഴാണ് അവർ ആ ദാരുണമായ കാഴ്ച കണ്ടത്. തൊട്ടടുത്ത പീടികക്കോലായിൽ ഒരു വൃദ്ധൻ തണുത്തു വിറച്ച് കിടന്നുറങ്ങുന്നു. കോരിച്ചൊരിയുന്ന മഴയുള്ള രാത്രിയിൽ പിതാവിൻ്റെ പ്രായമുള്ള ആ മനുഷ്യനെ കണ്ടപ്പോൾ ആ 3 യുവാക്കളുടെയും ഹൃദയം പിടച്ചു. അവർ ആ വൃദ്ധൻ്റെ അരികിലേക്ക് പോയി തൊട്ട് വിളിച്ചു. സാർ, എന്നെ ഒന്നും ചെയ്യരുത്, എനിക്ക് കിടക്കാൻ വേറൊരു ഇടവുമില്ലാഞ്ഞിട്ടാണ്. ഏറെ ഭയത്തോടെയും ഞെട്ടലോടെയുമാണ് ആ വൃദ്ധൻ അത് പറഞ്ഞത്. ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല, നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ്. വരൂ, ഒരു ചായ കുടിക്കാം. വൃദ്ധൻ ആദ്യമൊക്കെ നിരസിച്ചെങ്കിലും അവർ 3 പേരും നിർബന്ധിച്ചപ്പോൾ കുടിക്കാൻ തയ്യാറായി. ആ 3 യുവാക്കൾ വൃദ്ധന് രുചികരമായ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. എന്താണ് നിങ്ങളുടെ പേര്? ജബ്ബാർ. എവിടെയാണ് നാട്? 6 വർഷമായി എൻ്റെ നാടും വീടുമൊക്കെ ഈ പീടികക്കോലായിയാണ്. അവർ വാങ്ങിക്കൊടുത്ത രുചികരമായ ഭക്ഷണം ആർത്തിയോടെ വൃദ്ധൻ കഴിക്കാൻ തുടങ്ങി. ആരാണ് മക്കളെ നിങ്ങൾ? അവർ 3 പേരും അവരുടെ പേര് പറഞ്ഞ് പരിചയപ്പെടുത്തി. ഞങ്ങളുടെ പിതാവിൻ്റെ പ്രായമുള്ള നിങ്ങൾ ഈ കുളിര് പെയ്യുന്ന രാവിൽ ഇവിടെ കിടന്നുറങ്ങരുത്. അത് ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ താമസിക്കാം. ഇത് കേട്ടപ്പോൾ വൃദ്ധൻ്റെ നയനങ്ങളിൽ അശ്രുകണങ്ങൾ പൊഴിയുന്നത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്തിനാ കരയുന്നത്? ഞങ്ങൾ നിങ്ങളെ പൊന്നുപോലെ നോക്കും. വേണ്ട മക്കളെ, ഈ പീടികക്കോലായും തെരുവ് പട്ടികളും ഹോട്ടലിലെ വേസ്റ്റ് ബോക്സും ഇതൊക്കെയാണ് എൻ്റെ ലോകം. ഞങ്ങൾ അന്യരല്ല, നിങ്ങളുടെ മക്കളെപ്പോലെ കരുതിയാൽ മതി. അവർ നിർബന്ധിച്ചപ്പോൾ വൃദ്ധൻ അവരുടെ കാറിൽ കയറി യാത്ര ആരംഭിച്ചു. സലാം വൃദ്ധനോട് ചോദിച്ചു, നിങ്ങളുടെ ഭാര്യ, മക്കൾ, കുടുംബാംഗങ്ങളൊക്കെ? ഭാര്യ 6 വർഷങ്ങൾക്ക് മുമ്പ് കൊറോണ ബാധിച്ച് മരണപ്പെട്ടു. ഗദ്ഗദത്തോടെയാണ് വൃദ്ധൻ അത് പറഞ്ഞത്. നിങ്ങൾക്ക് മക്കളില്ലേ? കബീറാണ് അത് ചോദിച്ചത്. ഉണ്ട്, 3 മക്കൾ. ഒരാൾ വിദേശത്ത് ബിസിനസ്മാൻ, മറ്റൊരാൾ ഡോക്ടർ, ഇളയവൻ എൻജിനീയർ. മക്കളെല്ലാം അവരുടെ കുടുംബത്തോടൊപ്പം സന്തോഷത്തിലാണ്. ഭാര്യയുടെ മരണശേഷം എൻ്റെ വീടും പറമ്പും മറ്റു സ്വത്തുക്കളും മക്കളുടെ പേരിൽ എഴുതി ഭാഗിച്ചു കൊടുത്തു. മരണം വരെയും എൻ്റെ മക്കൾ പൊന്നുപോലെ നോക്കുമെന്ന് കരുതി. അവിടെയാണ് എൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിയത്. പതിയെ പതിയെ ഞാൻ അവർക്ക് ഭാരമായി മാറി. മക്കളുടെ ഭാര്യമാർ എന്നെ വേണ്ടുന്നതിനും വേണ്ടാത്തതിനുമൊക്കെ വഴക്ക് പറയാനും തൊഴിക്കാനും തുടങ്ങി. അതൊക്കെ ഞാൻ ക്ഷമിച്ച് സഹിച്ച് മക്കളുടെ വീടുകളിൽ മാറി മാറി താമസിച്ചു. പേരമക്കളെ സ്നേഹിക്കാനും ലാളിക്കാനും എനിക്ക് കൊതിയുണ്ടായിരുന്നു. എന്നാൽ അവരുടെ മാതാപിതാക്കൾ അവരെ എൻ്റെ അടുത്ത് പറഞ്ഞയച്ചില്ല. അവസാനം ഇതുപോലെ മഴയുള്ള ഒരു രാത്രി എനിക്ക് ശക്തമായ വിറയലും പനിയും അനുഭവപ്പെട്ടു. ഒപ്പം നിലക്കാത്ത ഛർദി നിയന്ത്രിക്കാൻ കഴിയാതെ വന്നപ്പോൾ കൊട്ടാര സമാനമായ ആ വലിയ വീട്ടിൻ്റെ മനോഹരമായ ടൈൽസിൽ ഞാൻ ഛർദിച്ചു പോയി. എത്ര കഷ്ടപ്പെട്ട് വൃത്തിയാക്കിയതാണ്. നിങ്ങളുടെ തന്ത അതിൽ ഛർദിച്ച് അഴുക്കാക്കി. ഒന്ന് കൊണ്ടുപോകുന്നുണ്ടോ ഈ ഏടാക്കൂടത്തെ? അവൾ ഗർജിച്ചു. അവളുടെ വാക്ക് കേട്ട് എൻ്റെ പുന്നാര മകൻ എൻ്റെ നേർക്ക് കയ്യോങ്ങി. അവൻ എന്നെ മർദ്ദിച്ചു, വീട്ടിൽ നിന്നും പുറത്താക്കി. അങ്ങനെ ആ രാത്രി വീട് വിട്ടിറങ്ങിയതാണ്. വൃദ്ധൻ കരയാൻ തുടങ്ങി. ഒരു നിലക്ക് ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ അനുഭവിക്കേണ്ടതാണ്. എൻ്റെ മക്കൾ എന്നോട് ചെയ്ത തെറ്റിന്
ഞാൻ തന്നെയാണ് ഉത്തരവാദി. അതെന്താ? സൽമാനാണ് അത് ചോദിച്ചത്. ഞാൻ എൻ്റെ മക്കൾക്ക് മതബോധം നൽകിയിട്ടില്ല. സ്കൂൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകി ഞാൻ എൻ്റെ മക്കൾക്ക് പടച്ച റബ്ബിനെക്കുറിച്ചോ മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കുന്നതിനെ പറ്റിയോ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. മദ്രസയിലെ ഹുസൈൻ ഉസ്താദ് എൻ്റെ മൂത്ത മകനെ അടിച്ച കാരണത്താൽ ഞാൻ അവൻ്റെ മദ്രസ പഠനം നിർത്തി. ബാക്കിയുള്ള 2 മക്കളെയും ഞാൻ മദ്രസയിൽ പറഞ്ഞയച്ചിട്ടേയില്ല. നല്ല നിലവാരമുള്ള ഭൗതിക വിദ്യാഭ്യാസം അവർക്ക് ഞാൻ നൽകി. നല്ല സമ്പന്ന കുടുംബങ്ങളിൽ നിന്ന് അവരെ പെണ്ണ് കെട്ടിച്ചു. അവിടെയൊന്നും ഞാൻ ദീൻ നോക്കിയില്ല. പടച്ചവനെ മറന്നുകൊണ്ടായിരുന്നു എൻ്റെ ജീവിതം. ഞാൻ ഒരു കാലത്ത് ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു. ഇന്ന് എല്ലാം നഷ്ടപ്പെട്ട ഒരു ഫക്കീർ മാത്രം. വൃദ്ധൻ്റെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. കരയല്ലേ, ഞങ്ങൾ ചോദിച്ചെന്നേ ഉള്ളൂ. ചോദിച്ചത് ബുദ്ധിമുട്ടായെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം. ആ യുവാക്കൾ വൃദ്ധനോട് പറഞ്ഞു. ഇല്ല മക്കളെ, നിങ്ങൾ വിവാഹം കഴിച്ചതാണോ? വൃദ്ധൻ 3 പേരോടുമായി ചോദിച്ചു. അല്ല, ഞങ്ങളൊക്കെ ബാച്ചിലേഴ്സാണ്. എന്നാൽ ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം തരാം. നല്ല ദീനുള്ള സ്ത്രീയെ മാത്രം വിവാഹം കഴിക്കുക. നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾക്ക് നല്ല മതബോധം നൽകുക. എന്നാൽ ജീവിതാവസാനം വരെ അവർ നിങ്ങളുടെ കൂടെയുണ്ടാകും. എന്നെ പലരും പലതവണയായി ഉപദേശിച്ചതാണ്. പക്ഷേ എൻ്റെ പണത്തിൻ്റെ ഹുങ്ക് ആ ഉപദേശം ചെവി കൊള്ളുന്നതിനെ തൊട്ട് എന്നെ തടഞ്ഞു. ഞാനെല്ലാം തികഞ്ഞവനാണ് എന്ന് സ്വയം വിചാരിച്ചു. എൻ്റെ മക്കളൊക്കെ വലിയ നിലവിലാവുമ്പോൾ എനിക്ക് നല്ല സന്തോഷത്തോടെ ജീവിതാവസാനം വരെ കഴിയാമെന്നും ഞാൻ കണക്കുകൂട്ടി. കഴിഞ്ഞുപോയ എൻ്റെ ജീവിതം ആലോചിച്ച് എനിക്ക് കുറ്റബോധം തോന്നുന്നു. വൃദ്ധൻ വീണ്ടും കരയാൻ തുടങ്ങി. അപ്പോഴേക്കും കാർ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിയിരുന്നു. നമ്മുടെ നാടെത്തി. ഇന്ന് നിങ്ങൾക്ക് എൻ്റെ കൂടെ താമസിക്കാം. സലാം വൃദ്ധനെ വീട്ടിലേക്ക് ക്ഷണിച്ചു. നമ്മുടെ ഈ പള്ളിയിൽ ഉസ്താദുമാർക്ക് ഭക്ഷണം കൊണ്ടുവരാൻ ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ അവരോട് പറയാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണവും താമസവും ലഭിക്കും. അതോടൊപ്പം എല്ലാ വഖത്ത് നിസ്കാരവും ജമാഅത്തായി ലഭിക്കുകയും ചെയ്യും. പീഡികക്കോലായിൽ അന്തിയുറങ്ങുന്നതിലും ഭേദം അതല്ലേ? വൃദ്ധൻ സമ്മതിച്ചു. കഴിഞ്ഞുപോയ എൻ്റെ ജീവിതത്തിലെ എല്ലാ തെറ്റുകൾക്കും പ്രായശ്ചിത്തമായി ഇത് മാറട്ടെ. മക്കളെ, നിങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇരു ലോകത്തും അള്ളാഹു നിങ്ങളെ വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. കബീറും സൽമാനും വൃദ്ധനോട് പറഞ്ഞു, എന്നാൽ ഞങ്ങൾ വരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിലെന്നും ഞങ്ങളെ ഉൾപ്പെടുത്തണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സലാം വൃദ്ധനെയും കൂട്ടി അവൻ്റെ വീട്ടിലേക്ക് തിരിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്തുക. കഥ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.